മെക്സവൻ ഉറപ്പായും സൂക്ഷിക്കണം. കാരണം മെക്സവൻ ഇപ്പോൾ പൊതുസമൂഹത്തിൽ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. മെക്സവൻ എന്ന കൂട്ടായ്മയെ പറ്റിയാണ് ഇപ്പോൾ 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ നവംബർ 2-ാം തീയതിയാണ് കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ യോഗത്തിൽ മോഹൻ മാസ്റ്റർ ഇതേക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തെ ഒരുപക്ഷെ ഇനിയിപ്പോൾ കൂടുതൽ പറയാൻ അനുവദിച്ചെന്ന് വരില്ല. പ്രത്യേകിച്ചും ഈ പരിപാടിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പങ്കെടുത്തിട്ടുണ്ട്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കം വന്നുപോയ പ്രധാനപ്പെട്ട നേതാക്കൾ അവരെക്കുറിച്ചൊക്കെ മെക്സവൻ ഇങ്ങനെ എടുത്തു പറയുന്നതിന് കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു സംഘടന ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഏത് സംഘടനയായാലും വ്യായാമത്തിനായാലും സൗഹൃദത്തിനായാലും അങ്ങനെയൊക്കെയുള്ള പല പല കൂട്ടായ്മകൾ, ആ കൂട്ടായ്മകൾക്കൊക്കെ ഒരു ആധികാരികത വരണമെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അങ്ങനെ പലതരത്തിലുള്ള ആളുകളെ ഇങ്ങനെയുള്ള സംഘടനകളുടെ ഭാഗമാക്കുകയോ അവരുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയോ ചെയ്യുന്നത് എന്തിനാണ്? ആ പരിപാടികൾ നടത്തുമ്പോൾ ആ പരിപാടികളിലൂടെ പൊതുസമൂഹത്തിനുള്ളിൽ ഒരു വിസിബിലിറ്റി കൊണ്ടുവരാനാണ്. അപ്പോൾ ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം അത് മാതൃകാപരമാണ് എന്നുള്ള എൻഡോഴ്സ്മെൻറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള വ്യക്തികളെ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവരുന്നത്. ഇവിടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മെക്സവൻ രൂപീകരിച്ച 2012 മുതൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2012 ജൂലൈയിൽ തുറക്കലിലാണ് ഈ സംവിധാനം രൂപീകരിക്കുന്നത് മെക്സവൻ. അപ്പോൾ 2012 ജൂലൈ മുതൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2024 ഡിസംബർ 14 വരെയുള്ള ഇതിൻ്റെ പ്രവർത്തനം എടുത്തൊന്ന് പരിശോധിക്കണം. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ കൃത്യമായി 2012 ജൂലൈ മുതൽ 2024 ഡിസംബർ വരെ കൃത്യമായി വളർച്ച കൈവരിക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ്, ഒരു കൂട്ടായ്മയാണെങ്കിൽ ഈ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടില്ല. പി മോഹനെ പോലെയുള്ളയാൾ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കില്ല. കാരണം ഇത് വളർന്നിട്ടുള്ളത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് മാത്രമാണ്. അതാണ് അതിൻ്റെ വസ്തുത. ആദ്യത്തെ ഒരു യൂണിറ്റിൽ നിന്ന് 2012 ജൂലൈയിൽ തുറക്കലിൽ ഉണ്ടായ ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് 10 വർഷത്തെ ഗവേഷണവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത യൂണിറ്റ് രൂപീകരിക്കുന്നത്. സെക്കൻഡ് യൂണിറ്റ് ഉണ്ടാക്കുന്നത് 2022 ജൂണിൽ മാത്രമാണ്. അപ്പോൾ ഈ 10 വർഷത്തിന് ശേഷമാണ് സെക്കൻഡ് യൂണിറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 2 വർഷത്തിനിടയിൽ അടുത്ത 900 യൂണിറ്റ്സ് പ്ലസ് ആണ്. അതായത് 1000-ഓളം യൂണിറ്റുകളാണ് ഇതുവരെ 2 വർഷത്തിനിടയിൽ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മലബാറിൽ മാത്രമല്ല GCCയിലുമുണ്ട്. അപ്പോൾ ഇത്രയേറെ ഒരു പ്രസ്ഥാനത്തിന് മെക്സവൻ എന്ന വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്ന കൂട്ടായ്മകളെ ഒന്നും നമ്മൾ തള്ളി പറയേണ്ടതില്ല. വ്യായാമമൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിന് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നതിനൊക്കെ അത്യാവശ്യമാണ്. പലപ്പോഴും കൃത്യമായി വ്യായാമം ചെയ്യാൻ സമയം കിട്ടാത്ത ഒരാളെന്ന നിലയിൽ ഞാൻ അതേക്കുറിച്ച് പറയുകയും ചെയ്യും. മാഡം ഒക്കെ ആണെങ്കിൽ കൃത്യമായി വ്യായാമം ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ ഈ വ്യായാമം എന്ന് പറയുന്നത് മനുഷ്യന് ഞാൻ വ്യായാമത്തെക്കുറിച്ച് പറഞ്ഞതാണ്. വ്യായാമം എന്ന് പറയുന്നത് മനുഷ്യന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതിനായിട്ട് നമ്മളൊരു സമയം ജീവിതത്തിൽ ഓരോ ദിവസവും നിശ്ചിതമായി നീക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ നോക്കുമ്പോൾ 21 മിനിറ്റ് കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉണ്ണി സാർ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത് എന്നത് കൂടി നമ്മൾ നോക്കണം. ശരീരത്തിനും മനസ്സിനും ഒരു നവയൗവനം നൽകുക എന്നതാണ് അവരുടെ ഒരു ക്യാച്ച് വേർഡ് തന്നെ. അപ്പോൾ ആ നവയൗവനം ആഗ്രഹിച്ചുകൊണ്ട് 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് കൂടുതലായും ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത്. കുട്ടികളും സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന പല പല യൂണിറ്റുകളുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമുണ്ട്. അങ്ങനെ പലതരത്തിലാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വ്യാപനം എന്ന് പറയുന്നത് ഇൻ 2 years ടൈം ആണ് എന്നുള്ളതാണ് ഇതിലെ സംശയമുണ്ടാക്കുന്ന കാര്യം. അല്ലാതെ അതിൽ ഈ പറഞ്ഞ ആളുകളെ തള്ളിപ്പറയാതെ എന്താണ് മെക്സവൻ്റെ ഒരു പ്രവർത്തന രീതി, മെക്സവൻ എങ്ങനെയാണ് ഒരു യൂണിറ്റ് തുറക്കലിലുണ്ടായിരുന്ന ഒരു യൂണിറ്റിൽ നിന്ന് 1000-ഓളം യൂണിറ്റുകളിലേക്കുള്ള ഈ വളർച്ച 2 വർഷം കൊണ്ട് സംഭവിച്ചത് എങ്ങനെയാണ്? അത് കോവിഡാനന്തരം ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആളുകളുടെ ഒരു ആകുലതകൾ കൊണ്ട് അവരെല്ലാം ഇതിലേക്ക് ആകൃഷ്ടരായതാണെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. പക്ഷേ രാജ്യത്ത് മറ്റു പല സംവിധാനങ്ങളിലായി വീടുകളിലിരുന്ന് വ്യായാമം ചെയ്യുന്ന, യോഗയടക്കം അഭ്യസിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പെർഫെക്റ്റ്ലി ഫിറ്റായിട്ടുള്ള ശരീര സൗന്ദര്യം, അതേക്കുറിച്ചൊക്കെ കൂടുതൽ ബോധവാന്മാരും ബോധവതികളും ആയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ ഒരു മെക്സവൻ തന്നെ വേണോ അതിന് എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല മെക്സവൻ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന വ്യാപകമായി രൂപീകരിക്കാത്തത്? മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്? എല്ലാവരുടെയും ആരോഗ്യം, എല്ലാ മതക്കാരുടെയും ആരോഗ്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുടെയും ആരോഗ്യം അതെല്ലാം സംരക്ഷിക്കുന്നതിനുള്ളൊരു കൂട്ടായ്മയാണെങ്കിൽ എന്തുകൊണ്ട് മെക്സവൻ അതിൻ്റെ വിങ്സ് സ്പ്രെഡ് ചെയ്യുന്നില്ല സംസ്ഥാനത്തിൻ്റെ മറ്റ് ജില്ലകളിലേക്ക്? എന്തുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ മാത്രമായി അതിൻ്റെ പ്രവർത്തനം ഒതുങ്ങുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു മോണിറ്ററിംഗ് വേണം എന്ന ഒരു അഭിപ്രായം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. മെക്സവൻ ആയാലും ഏത് സംഘടനയായാലും അതിൽ ഇങ്ങനെയുള്ള ഒരു കൃത്യമായ ഒരു വളർച്ചയല്ല, പെട്ടെന്ന് ഒരു രൂപീകരണം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അത് കൂടുതൽ ബ്രാഞ്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ യൂണിറ്റുകളാവുകയും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന തരത്തിൽ വളരുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്നത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിപ്പോൾ അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ
എന്താണ് ഈ ഒരു സംവിധാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതടക്കം പരിശോധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സമാന്തരമായി ഇപ്പോൾ നടക്കുന്ന കാര്യം. ഇവിടെ CPIM-ന്, അതായത് CPIM-ന്റെ ഏതെങ്കിലും ഒരു പ്രാദേശിക പ്രവർത്തകനല്ല, CPIM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് കഴിഞ്ഞ മാസം 2-ാം തീയതി CPIM-ന്റെ തന്നെ ഒരു പരിപാടിയിൽ ഇക്കാര്യം പറയുന്നത്. കൃത്യമായ വിവരം കിട്ടാതെ CPIM-ന്റെ ഒരു കേഡർ സംവിധാനത്തെക്കുറിച്ച് ഉണ്ണിസാറിന് നന്നായി അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേഡർ സംവിധാനം ഉള്ള ഒരു പാർട്ടിക്കുള്ളിൽ വിവരങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണ്? പ്രാദേശികമായി എവറി നൂക്ക് ആൻഡ് കോർണർ കൃത്യമായിട്ടുള്ള ഇൻപുട്സ് കിട്ടും. ആ ഇൻപുട്സ് എന്ന് പറയുന്നത് ഒരു റോങ് ഇൻപുട്ട് ആണ് എങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി പോയ ഒരു പരിപാടിയിൽ പറയില്ല. അപ്പോൾ ആ പരിപാടിയിൽ അക്കാര്യം P. മോഹനൻ എന്ന കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കിട്ടിയ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതർവൈസ് അദ്ദേഹം പറയണം ഞാൻ നുണ പറഞ്ഞതാണ് എന്ന്. ഇതുവരെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് തിരുത്തിയിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ യൂണിഫോം 300 രൂപ കൊടുത്ത് വാങ്ങണം? 300 രൂപയുടെ ഒരു ടീഷർട്ട് ആണ് അവരുടെ ഒരു യൂണിഫോമായി ഞാൻ കണ്ടത്. MEC7 എന്ന് എഴുതിയിട്ടുള്ള ഒരു യൂണിഫോമും ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത് പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ഗ്രീറ്റിംഗ് ആണ്. ഇസ്ലാമിക രീതിയിലുള്ള ഗ്രീറ്റിംഗ്, അതായത് പല സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു പിരിഞ്ഞു പോകുമ്പോഴുള്ള സലാം പറച്ചിലിനെ കുറിച്ച് നിഷ്കർഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേക്കുറിച്ചാണ് സുന്നി വിഭാഗം ആശങ്കപ്പെടുന്നത്. മലപ്പുറം കൊണ്ടോട്ടി തുറക്കലിൽ P. സലാഹുദ്ദീൻ തുടക്കമിട്ട MEC7 അതൊരു മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ MEC7 മാത്രമല്ല മറ്റ് രീതിയിലും ചില ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഒക്കെ അങ്ങനെയുള്ള മൾട്ടി അല്ലെങ്കിൽ കോമ്പിനേഷൻ എക്സസൈസസ് ഒക്കെ പരിശീലിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എന്തായാലും ഇവിടെ എയറോബിക്സ്, ഫിസിയോതെറാപ്പി, യോഗ, മെഡിറ്റേഷൻ, ഫേസ് മസാജ്, അക്യൂപ്രഷർ, ഡീപ് ബ്രീത്തിങ്, അങ്ങനെ 21 മിനിറ്റ് കൊണ്ടൊക്കെ ഇത്രയധികം വ്യായാമ മുറകൾ ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. 25 മുതൽ 30 വരെ ഉണ്ടെന്ന് അവർ പറയുന്നു. എന്തായാലും 21 മിനിറ്റാണ് അവരുടെ ഒരു ബേസിക് സ്ട്രക്ചർ. വാട്ട് എവർ 30 മിനിറ്റ് ആണെങ്കിൽ പോലും ഇത്രയധികം വ്യായാമങ്ങൾ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്ന രീതിയിൽ ചെയ്തു തീർക്കുന്ന ഒരു സംവിധാനമൊക്കെ ഒരുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് കുട്ടികളും സ്ത്രീകളും പ്രായമായവരും എല്ലാം അടങ്ങുന്ന ആളുകൾക്കായി ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ വരും വരായികകൾ അതൊക്കെ കൃത്യമായി പരിശോധിക്കപ്പെട്ടതാണോ? സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു അഭ്യാസ രീതിയാണോ ഇവരെയൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്? അതടക്കം പരിശോധിക്കേണ്ട കാര്യമല്ലേ? കാരണം പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന ഈ വ്യായാമ മുറകൾ അത് സർക്കാർ നിരീക്ഷിക്കേണ്ടതാണ്. CPIM എന്ന പാർട്ടി സംവിധാനത്തിന്റെ ഒരു ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയ കാര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി തന്നെ ഇതെന്താണ് സംഭവം എന്നുള്ളത് സർക്കാർ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഒരു ഉത്തരം കിട്ടുമല്ലോ. ഇങ്ങനെ നേതാക്കൾ വന്ന് അഭിപ്രായം പറഞ്ഞു പോകുന്നതിനപ്പുറം സർക്കാർ സംവിധാനങ്ങളിൽ നിന്നാണ് ഇതേക്കുറിച്ചുള്ള മറുപടി കിട്ടേണ്ടത്. അതിന്റെ കാരണം വ്യായാമത്തിന്റെ മറവിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഒളിച്ചു കടത്തുന്നുണ്ട് എന്ന മറുവാദം മറുഭാഗത്ത് നിന്ന് ഉയരുന്നു എന്നതുകൊണ്ടുകൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷമാണ് കഴിഞ്ഞ 2 വർഷ കാലയളവ് എന്ന് പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷമുള്ള കാലയളവിലാണ് MEC7 എന്ന ഒരു കൂട്ടായ്മ കൂടുതൽ പ്രചാരം നേടുന്നത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ സൗജന്യ പരിശീലനമാണ് നൽകുന്നത്. ആകെ ഞാൻ പറഞ്ഞതുപോലെ ഈ ടീഷർട്ടിന്റെ ചെലവ് മാത്രമേ വാങ്ങുന്നതിനായി ചിലവാകുന്നുള്ളൂ. മാത്രമല്ല ഇതിന്റെ കൂടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻസിനെ കുറിച്ചാണ് P. മോഹനൻ എന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ ഇതിന്റെ അഡ്മിൻസ് ആരൊക്കെയാണ്? അതൊക്കെ മോണിറ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു സംശയങ്ങൾ ഉയരുമ്പോൾ, സമൂഹത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളാണ് എന്താണിത് എന്നത് ജനത്തോട് പറയേണ്ടത്. അത് മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും ആ ഉത്തരവാദിത്തം ഉണ്ട് താനും. അപ്പോൾ MEC7 എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഈ വളർച്ച കൈവരിച്ചത്? ഇതിൻ്റെ അഡ്മിൻസ് ആരാണ്? ആരോപിക്കപ്പെടുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഇവരുടെയൊക്കെ ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്നത് നമ്മൾ നോക്കേണ്ടതാണ്. കാരണം കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ISIS-ലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതിലേക്ക് മലയാളികൾ പോയിട്ടുണ്ട്. അത് നടന്നിട്ടുള്ളത് മലബാറിലെ ജില്ലയിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അത് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിനും കേരളം ഇനി മണ്ണൊരുക്കാൻ പാടില്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രിഞ്ച് എലമെന്റ്സ് നുഴഞ്ഞു കയറാനുള്ള ഒരു സാധ്യതയും ഒരു സംശയം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ഇവിടെ ഒരു സംശയമാണ് P. മോഹനൻ എന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രകടിപ്പിച്ചത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് MEC7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, വ്യായാമ കൂട്ടായ്മയാണെങ്കിൽ എന്തിനാണ് സലാം ചൊല്ലുന്നത്? വിശ്വാസികൾ പെട്ടുപോകരുത് എന്നതാണ് പറയുന്നത്. സമസ്ത AP വിഭാഗത്തിന്റെ എതിർപ്പ്, ഇതിൽ സഖാഫി പറയുന്ന വാചകങ്ങൾ അതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിലൊക്കെയാണ് ഒരു കൃത്യമായ പരിശോധന നടക്കേണ്ടത്. ഒരു കാരണവുമില്ലാതെ എതിർപ്പുന്നയിക്കുകയാണ് സമസ്ത AP വിഭാഗം. അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മയിലേക്ക് ഒന്നുചേരലിലേക്ക് പോകേണ്ടതില്ല, അത് തടയുന്നതിന് വേണ്ടിയാണ് എന്നതൊക്കെ വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണെങ്കിലും ഇതൊക്കെ പരിശോധിച്ചാൽ നിജസ്ഥിതി ബോധ്യമാകുമല്ലോ. നമുക്കൊരു സർക്കാർ സംവിധാനമുണ്ട്. അന്വേഷണത്തിനായാലും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാലും ഒക്കെ ഒരു ഇന്റലിജൻസ് ഇൻപുട്ടൊക്കെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയെ പറ്റി സമൂഹത്തിൽ ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ഇന്റലിജൻസ് ഇൻപുട്ട് കിട്ടേണ്ടതല്ല? ആ ഇന്റലിജൻസ് ഇൻപുട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഇതിൽ ശ്രദ്ധിച്ച് കാണേണ്ട വളരെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു കാര്യം, INL-ന്റെ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ CPIM-നെ അല്ലെങ്കിൽ പി മോഹനനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നതാണ്. കാരണം അദ്ദേഹം ഈ പരിപാടിയുടെ ഭാഗമായിട്ടാണ്, അദ്ദേഹം ക്ഷണം സ്വീകരിച്ചാണ് പോയത്. അദ്ദേഹത്തെക്കുറിച്ച് ദീർഘകാലമായി 12 വർഷമായി 2012 മുതലൊന്നും അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് അറിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മാഡവുമായാണ് സംസാരിച്ചത്. ഈ INL-ന്റെ മുൻ മന്ത്രിക്ക് എന്തായാലും 12 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമൊന്നും എന്തായാലും ഇവരുടെ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ പരിപാടിയിൽ ക്ഷണിച്ചു, അതിൽ പോയി പങ്കെടുത്തു എന്നല്ലാതെ ബീച്ചിലെ പരിപാടിയാണ്, പൊതുസ്ഥലത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ അങ്ങനെ ഒരു ഒളിച്ചുകടത്തലിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അദ്ദേഹം ക്ഷണിതാവായി അവിടെ പോയതാണ്, അദ്ദേഹം അതിൽ പങ്കെടുത്തു. അതെ, ക്ഷണിതാവായി അതിൽ പോയി പങ്കെടുത്ത വ്യക്തിയാണ്. അത് മാത്രമാണ് അദ്ദേഹത്തിന് ആ സംഘടനയെക്കുറിച്ച് അറിയാവുന്ന കാര്യമെന്നാണ് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ എന്തായാലും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ നിജസ്ഥിതി പരിശോധിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു വ്യക്തത വരും. മാത്രമല്ല, അന്വേഷണം നടക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പ്രത്യേക പോക്കറ്റുകളിൽ മാത്രമായി പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം SYS-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കിനാലൂർ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. SYS കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കിനാലൂർ ചോദിക്കുന്നത്, ഈ ഇത്രയും വളർച്ച ഈ ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം, ചില സംഘടനകളുടെ ഭാഗത്തു നിന്ന് കേന്ദ്രീകരിച്ചുള്ള ഒരു സഹായം, ഈ പരിപാടി, ഈ സംഘടന തുടങ്ങിയ അല്ലെങ്കിൽ ഈ വ്യായാമ മുറകൾ അഭ്യസിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു സംവിധാനം ആവിഷ്കരിച്ച വ്യക്തിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ അദ്ദേഹം ഉന്നയിക്കുന്നത്. പ്രാദേശികമായി ഒരു പൊതുസ്ഥലത്ത് ഒത്തുചേരുന്നു, പരിശീലനം നേടിയവർ കൂടുതൽ പേരെ പരിശീലിപ്പിക്കുന്നു. ആരും വീടുകളിലിരുന്നല്ല പിന്നീട് ഈ 21 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത്, ഒന്നിച്ചുള്ള വ്യായാമമാണ്. അപ്പോൾ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടക്കുന്നു. ഇതിൽ മുഹമ്മദ് അലി കിനാലൂർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. NDF വന്നത് അത് യുവാക്കളെ കളരി അഭ്യസിപ്പിച്ചുകൊണ്ടാണ്, ഇവിടെ വ്യായാമം അഭ്യസിപ്പിച്ചുകൊണ്ടാണ് MEC-7 വരുന്നത്. അപ്പോൾ ഈ MEC-7 എന്ന് പറയുന്നത് PFI-യുടെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനായി വരുന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പോലെ ഇതൊരു റീബ്രാൻഡിംഗ് ആണോ എന്ന ചോദ്യമാണ് ഇവിടെ മുഹമ്മദ് അലി കിനാലൂർ എന്ന SYS കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. MEC-7 സൂക്ഷിക്കണം. MEC-7 ഇങ്ങനെയുള്ള ഫ്രിഞ്ച് എലമെന്റ്സിന് വളരാനുള്ള വേദി ഒരുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായും സൂക്ഷിക്കണം. കാരണം അങ്ങനെയുള്ള ഒരു തീവ്രവാദ പ്രവർത്തനവും ഈ രാജ്യത്ത് നടക്കില്ല. രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം. അതുകൊണ്ട് കേന്ദ്രീകരിച്ചുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല. ഇതിനകത്ത് Meet the editors.